So hello peeps, welcome back. So ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജി ന്യൂസസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത കാണുന്ന ബെല്ലേക്കാണ് എനേബിൾ തുറന്നു കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിൽ പോകാം. സോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കടയിൽ പോയിട്ട് സാധനം മേടിക്കുന്നത് നമുക്കിടയിൽ ഹോം ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഭവം ഓൺലൈനിൽ വന്നു. അപ്പോൾ നമ്മൾ ഹോപ്പിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹോം ഡെലിവറി ബുക്ക് ചെയ്താൽ അത് വണ്ടികളിൽ നമ്മളെ വീട്ടിലേക്ക് വരും, നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് അത്രയും അപ്ഡേറ്റ് ആയി വന്നു. ബട്ട് ഇനി അതുകൂടി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ സ്വിഗ്ഗി അവരുടെ ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവർ ഡ്രോണിലൂടെ ഫുഡ് ഡെലിവറി അവർ ചെയ്യാൻ പോവുകയാണ്. അതായത് അതിനുള്ള ട്രയലിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ അടുത്ത് വരുന്ന പഞ്ചാബിലൊരു ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലൊരു ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ പാക്കേജസും അതുപോലെ തന്നെ ഫുഡും അതായത് ഡ്രോണിലൂടെ, അതായത് നിങ്ങൾക്ക് ഡ്രോൺ എല്ലാവർക്കും അറിയുന്നിരിക്കുന്നു, ഡ്രോണിലൂടെ, അതായത് ക്യാമറ ഉണ്ടോയെന്നറിയില്ല, ബട്ട് ഡ്രോണിലൂടെ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ എയറിലൂടെ ഡ്രോണിൽ നമ്മുടെ അടുത്ത് വരും, അത് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ടെക്നോളജിയുടെ ഒരു വളർച്ച തന്നെയാണ്, അത് വേറെ ലെവൽ സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്കൊന്നും ഈ ഒരു സംഭവം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത ഈ വരുന്ന കുറച്ച് ആഴ്ചകൾക്ക്, അതായത് ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച അതിൻ്റെ അപ്പുറത്തെ ആഴ്ച എങ്ങാട്ടും ട്രയൽ ആ 2 ജില്ലകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഹോം ഡെലിവറി ആപ്സും ചിലപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് റീൽസ് ആപ്ലിക്കേഷനിൽ അതായത് ആഡ് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ റീൽസ് ആപ്ലിക്കേഷൻ, അതിലൊക്കെ റീൽ ഉണ്ടല്ലോ, റീൽസ് എല്ലാം നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആപ്ലിക്കേഷൻസിൽ പ്രസൻ്റ്ലി ഇപ്പോൾ ആഡ്സ് വന്നിട്ടില്ല റീൽസിനും ഷോർട്സിനൊക്കെ. ബട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ ഫേസ്ബുക്ക് ആഡ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ എടുത്താൽ സ്ക്രോൾ ചെയ്ത് അടുത്ത റീൽ വന്ന് സ്ക്രോൾ ചെയ്ത് അങ്ങനെ നോക്കലാണ്. ഓക്കെ, ബട്ട് പ്രസൻ്റ്ലി നമ്മളിപ്പോൾ ഒരു റീൽ എടുത്ത് നോക്കിയാൽ അടുത്ത സ്ക്രോളിങ്ങിൽ അവരൊരു ചെറിയ ആഡ് കാണിക്കും. അതായത് ചെറിയ സ്കിപ്പിംഗ് ആഡൊക്കെ ആയിരിക്കും, 5 seconds ഒക്കെ അല്ലേ, സ്കിപ്പിംഗ് ആഡ് കാണിക്കും, എന്നിട്ട് അടുത്ത റീലിലേക്ക് പോകും. അത് നമ്മളെ വ്യൂവേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. വ്യൂവേഴ്സിന് അതൊരു നല്ലൊരു ഇതിലുള്ള പരിപാടിയല്ല. ബട്ട് നമ്മളെ ആ ഒരു ഫേസ്ബുക്കിൻ്റെ കമ്പനിക്ക് നല്ലൊരു ഏർണിങ്സ് തന്നെയാണ് ആ ഒരു ആഡ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു സ്മാർട്ട് ഹെൽമെറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇന്നലെയാണ് അറിയുന്നത്. അതായത് ഒരു സ്മാർട്ട് ഹെൽമെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഹെൽമെറ്റിൻ്റെ പേര് കേർണൽ ഹെൽമെറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ കേർണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കേർണൽ ഹെൽമെറ്റ് ഓക്കെ ആ സംഭവം ഇറക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇത് US-ലെ $50,000, ഇന്ത്യയിൽ 37 ലക്ഷത്തോളം വരും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനൊക്കെ ഇന്ന് ഇത്ര വലിയ സംഭവങ്ങളില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമ്മൾ ഹെഡിലിട്ട് ഒരു കണക്റ്റിംഗ് വരട്ടുണ്ട്. അതിൽ നമുക്ക് ബ്രെയിൻ റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ടോക്കിംഗ് ഹെൽമെറ്റും അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു അടിപൊളി ഹെൽമെറ്റാണ്. അപ്പോൾ നമ്മൾ BSNL പുതിയ ഡാറ്റ പ്ലാൻ കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ ഡാറ്റ പ്ലാൻ എന്താ വെച്ചാൽ 251 രൂപയ്ക്ക് 70 GB ഡാറ്റ കിട്ടുന്നൊരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പം ഏറ്റവും കൂടുതൽ തരംഗാവുന്നത് ഇതും നമ്മുടെ 247 രൂപയുടെ ജിയോയുടെ പ്രീപെയ്ഡ് പ്ലാൻ ഉണ്ട്. ആ ഒരു സംഭവം തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനി കുറച്ച് മൊബൈലിൻ്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ആദ്യത്തെ ഒരു മൊബൈൽ എന്ന് പറയുന്നത് Xiaomi Mi 11 Lite എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മൊബൈലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിലീസ് എന്ന് പറയുന്നത് 22 ജൂൺ, അതായത് ഈ മാസം 22-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ റിലീസ് വരുന്നത്. അടുത്ത നമ്മുടെ Xiaomiയുടെ Redmi K40 ആണ്. അപ്പോൾ അതൊരു നല്ലൊരു ഫോൺ തന്നെയാണ്. ഓക്കെ, അപ്പം ആ ഒരു ഫോൺ ഇറങ്ങുന്നത് 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി. അത് വളരെ അടുത്തായി തോന്നുന്നു, അത്രേ ദിവസമുള്ളൂ, 2-3 ദിവസം കാട്ടിയുള്ളൂ. അപ്പോൾ 21-ാം തീയതിയാണ് നമ്മളെ Xiaomiയുടെ Redmi K40 റിലീസാവുന്നത്. ആൻഡ് ഫൈനലി Xiaomi Mi 11 Pro ആണ്. നേരത്തെ നമ്മൾ Mi 11 Lite ആണ് കണ്ടത്, Mi 11 Pro ആണ് ഈ ഒരു സംഭവം റിലീസാവുന്നത്. നമ്മൾ നേരത്തെ ആദ്യം ലൈറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അത് 22-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് 25-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു പ്രോ മോഡൽ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ അത് വീഡിയോ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കുറച്ച് ടെക് ന്യൂസൊക്കെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു റീച്ച് കിട്ടിട്ട് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തു. സോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് അപ്ലിക്കേഷൻ എനേബിൾ തോളം നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ വീണ്ടും വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബിഗ് ബൈ.